ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്ത് പറ്റി ഇത് ഇങ്ങനെയൊക്കെ? ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യണം, വലിയ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ ഇൻസ്റ്റാ പേജും ഫോളോ ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ സീ ടോക്സ് എന്ന് പറയുന്ന ഇൻസ്റ്റാ പേജും സീ ടോക്സ് _107 ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. എന്താ പറ്റി? ഹൈ പ്രൊഫൈൽ താരത്തേക്ക് എത്തിച്ചിരിക്കുന്നല്ലേ ഗൈസ്, ശ്രദ്ധിച്ചോളൂ. ബ്ലാസ്റ്റേഴ്സിന്റെ ചെക്ക് ബുക്ക് കാണാൻ മിസ്സായെന്ന് തോന്നുന്നു. കിട്ടുന്നവർ ഒന്ന് കൊണ്ട് ഏൽപ്പിക്കുക. എന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ. വേർ ഇസ് സസ്റ്റൈനബിൾ, വേർ ഇസ് ബിസിനസ് മൈൻഡ്? എങ്ങോട്ട് പോയി നിങ്ങളുടെ വ്യവസായത്തിന്റെ ആ ഒരു അങ്ങേ അറ്റത്ത് നിന്ന മൈൻഡ് സെറ്റൊക്കെ? എന്തായാലും കരീം ബെൻറെ എന്ന് പറയുന്ന ഒരു താരത്തെയാണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ടീമിൽ എത്തിച്ചിരിക്കുന്നത്. മൊറോക്കൻ താരമാണ്. അതിനെ പറ്റി പറയുകയാണെങ്കിൽ 33 വയസ്സുള്ള ഒരു സെൻട്രൽ മിഡ്ഫീൽഡറാണ്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് അദ്ദേഹത്തിന് കളിക്കാനാകും. ഇതാണ് പകരക്കാരൻ എന്ന് ചോദിച്ചാല് നമ്മുടെ മാർലോൺ ആവാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ് എന്ന് നമ്മുടെ സിക്സ്ത് സെൻസ് കൊണ്ട് കാണുന്നു. പിന്നീട് 33 വയസ്സുണ്ട്, അത് കുറച്ച് ഓവർ അല്ലേ എന്നൊരു ചോദ്യം. പിന്നെ ആര് വന്നാലും എന്താ, ഈ സീസണിൽ തന്നെ എന്താ പറയുക, ആര് വന്നാലും പ്രത്യേകിച്ച് ഒന്നും ഒരു വികാരവും ഇല്ലാത്ത പോലെയാണ് നമ്മൾ നിൽക്കുന്നത്. ഒരുമാതിരി എന്താ ഉപ്പില്ലാത്ത ചിക്കൻ കൈ കിട്ടുന്ന പോലെ. അതിരിക്കട്ടെ. എന്തായാലും ഇദ്ദേഹത്തെ പോലെ ഒരു എക്സ്പീരിയൻസ് ആർക്ക് കിട്ടുന്നു. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ FK ബറാത്ത്, അതേപോലെ FC ബറാത്ത് പോലുള്ള ടീമുകൾക്ക് വേണ്ടി അദ്ദേഹം, മൊറോക്കൻ ക്ലബ്ബുകൾക്ക് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ട്. അതേപോലെ CAF ആഫ്രിക്കൻ ഫുട്ബോൾ അസോസിയേഷന്റെ വിവിധ കോണ്ടിനെന്റ് ഗെയിമുകളിൽ മൊറോക്കോയെ റെപ്രസെന്റ് ചെയ്ത് കളിച്ചിട്ടുണ്ട്. അതേപോലെ ക്ലബ് കോമ്പറ്റീഷനുകളിൽ, CAFന്റെ ക്ലബ് കോമ്പറ്റീഷനുകളിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ബോക്സ് ടു ബോക്സ് പ്ലെയർ ആണ്. ഇങ്ങനെയൊക്കെ അദ്ദേഹത്തെ പറ്റി നമുക്ക് എടുത്ത് പറയാവുന്ന ഒരു സംഭവമാണ്. പിന്നെ അദ്ദേഹത്തെ പറ്റി പറയുന്ന ഇറാനിയൻ ലീഗിൽ അദ്ദേഹത്തിന്റെ കറന്റ് സ്റ്റാറ്റിൽ ഇറാനിയൻ ലീഗിൽ 30 ഗോളും 1 അസിസ്റ്റും അദ്ദേഹം നേടിയിട്ടുണ്ട്. ഇറാനിയൻ ലീഗ് എന്ന് പറഞ്ഞാൽ ഏഷ്യയിൽ തന്നെ ബെസ്റ്റ് ലീഗുകളിൽ ഒന്നാണ്. അതിൽ അത്രയും നേടുക എന്ന് പറയുന്ന ചില്ലറ കാര്യമല്ലേ. എന്തായാലും നമ്മുടെ മാനേജ്മെന്റ് ഇപ്പൊ സസ്റ്റൈനബിലിറ്റി ഇല്ല, ഇപ്പൊ ഒരു കുന്തോ ഇല്ല. എങ്ങനെയും മുഖം രക്ഷിക്കണമല്ലോ, ഇല്ലെങ്കിൽ ഫാൻസ്, ഇല്ലെങ്കിൽ ഉമാരുടെ പോക്കറ്റ് കാലിയാവും. ഉമാർക്ക് നമ്മൾ ഐ ലീഗിലേക്ക് റെലഗേറ്റ് ആകുന്നതോ അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്നതോ അല്ല ഉമാരുടെ പ്രശ്നം. ഉമാരുടെ പൈസ പോകരുത്. ഈ ആരാധകർ എങ്ങനെയും പിഴിഞ്ഞോണ്ടിരിക്കുക. അതാണ് ഇവന്മാരുടെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. എന്തായാലും ഈ അവസരത്തിൽ പറയാൻ പാടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. താങ്ക് യു മാനേജ്മെന്റ്, താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റീസ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു തന്നെ ആയിരുന്നു. മറ്റൊരു വീഡിയോ ആയിരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.